ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ഹോം കുക്ക് മലബാർ. എൻ്റെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതിൻ്റെ അടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. ഇന്ന് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത് ഒരു അടിപൊളി ഫിഷ് ഫ്രൈൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ആവോലി പെപ്പർ ഫ്രൈ. നല്ല കുരുമുളകൊക്കെ ഇട്ട മസാല പുരട്ടി ഫ്രൈ ചെയ്യാണ് ഇന്ന് ഞാൻ ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ആവോലി പെപ്പർ ഫ്രൈ ഉണ്ടാക്കാമെന്നും അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നൊക്കെ നോക്കാം. ഇവിടെ ഞാൻ ഇതാ എടുത്തിട്ടുള്ളത് ഒരു ആവോലിയാണ്. ഇത് ഞാൻ നന്നായിട്ട് ക്ലീൻ ചെയ്ത് വരഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് വേണ്ട മസാല റെഡിയാക്കി എടുക്കാം. ആദ്യം മസാല റെഡിയാക്കി എടുക്കാനും വേണ്ടിയിട്ട് ഞാൻ ഇവിടെ മിക്സിയുടെ ഒരു ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്കൊരു 10 ചുവന്നുള്ളി ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു കഷ്ണം പുളി, ഒരു 6-8 വെളുത്തുള്ളി, കറിവേപ്പില, 1.5 ടേബിൾ സ്പൂൺ കുരുമുളക്, ഒരു ടീസ്പൂൺ പെരിഞ്ജീരകം, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, 1 ടീസ്പൂൺ ചെറുനാരങ്ങ നീര്, 1 ടീസ്പൂൺ വെളിച്ചെണ്ണ. ഇതെല്ലാം ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ ഒരു മിക്സ് നന്നായിട്ട് നമ്മൾ അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതാ നമ്മുടെ കൂട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ മിക്സ് നമ്മൾ നന്നായിട്ട് ഈ മീനിലേക്ക് പുരട്ടി മാരിനേറ്റ് ചെയ്ത് വെക്കണം. മസാല എല്ലായിടത്തും എത്തുന്ന രീതിയിൽ വേണം നമ്മൾ ഈ മീൻ മാരിനേറ്റ് ചെയ്ത് വെക്കാൻ. ഹോം കുക്ക് മലബാർ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതിൻ്റെ അടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. എന്നാലേ ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് കിട്ടുള്ളൂ. ഇപ്പോൾ നമ്മൾ മസാലയൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ട് മീന്. ഈ മീൻ ഇനി നമ്മൾ ഒരു 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ച മീൻ ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്യാനും വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു ഗ്രിൽ പാനാണ് ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുള്ളത്. ഗ്രിൽ പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ചൂടാക്കാം. ഇപ്പോൾ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ഈ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന മീൻ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. തിരിച്ചു മറിച്ചു ഇട്ടിട്ട് മീന് നന്നായിട്ട് കുക്കാവുന്നത് വരെ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കണം. നമ്മുടെ മീന് ഏകദേശം റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒരു സൈഡ് പായിട്ടുണ്ട്. ഇനി നമുക്ക് മറിച്ചിട്ടിട്ട് കുക്ക് ചെയ്യാം. ആവോലി പെപ്പർ ഫ്രൈ ഇതാ അവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു നമുക്കൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. അപ്പോൾ ഇന്നത്തെ ഈ റെസിപ്പി ആയിട്ടുള്ള ആവോലി പെപ്പർ ഫ്രൈ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. അഭിപ്രായങ്ങളൊക്കെ എന്നെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. പ്ലീസ് ലൈക്ക്, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ.